തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ട് ജില്ലയിൽ അമ്മന്നൂർ ഗ്രാമത്തിലുള്ള ആളുകൾ ആ നിശബ്ദമായ അർദ്ധരാത്രിയിൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങുകയായിരുന്നു. അവിടെയും ഇവിടെയും തെരുവുകളിൽ തെളിയുന്ന വെളിച്ചം, ചില വീടുകളിലെ ലൈറ്റും ഓഫ് ചെയ്യപ്പെട്ടിരുന്നതിനാൽ ആ സ്ഥലം മുഴുവനും വല്ലാതെ ഇരുട്ട് നിറഞ്ഞു കാണപ്പെട്ടു. ഭൂരിഭാഗം ആളുകളും വീട്ടിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു. എന്നാൽ അതൊരു വേനൽക്കാലമായതിനാൽ രാത്രി വളരെ ചൂടായിരിക്കും. അതിനാൽ തണുത്ത കാറ്റിൽ ഉറങ്ങാനായി ചിലർ അവരുടെ വീടിന് പുറത്ത് കട്ടിലിട്ട് അവിടെ ഉറങ്ങുകയായിരുന്നു. സമയം ഏകദേശം അർദ്ധരാത്രി 12:15 ഇപ്പൊ വീടിന് പുറത്ത് തണുത്ത കാറ്റുകൊണ്ടുറങ്ങുകയായിരുന്ന ഒരാൾക്ക് നേരെ ആ ഇരുട്ടിൽ നിന്നും ഒരു രൂപം പതിയെ പതിയെ വരാൻ തുടങ്ങി. ഉറങ്ങിക്കിടന്നിരുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് വന്ന ആ ഒരു രൂപം പതിയെ അദ്ദേഹത്തിന്റെ പേര് വിളിക്കാനും തുടങ്ങി. അദ്ദേഹം ഗാഠനിദ്രയിലായതിനാൽ സ്പർശിച്ച് ഉണർത്തി ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കാനും ശ്രമിച്ചു. ഈ അർദ്ധരാത്രിയിൽ അനാവശ്യമായി ആരാണ് തന്നെ ഉണർത്തുന്നത് എന്ന് ചിന്തിച്ച് അദ്ദേഹം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. തന്റെ അടുത്തുണ്ടായിരുന്ന ആ രൂപം കണ്ടിട്ട് അതാരാണ് എന്നറിഞ്ഞതും, നീയാണോ? ഈ സമയത്ത് നീ എന്തിനാണ് എന്നെ ശല്യപ്പെടുത്തുന്നത് എന്നും ചോദിച്ചു. എന്നാൽ അതിന് ആ പതിയെ പതിയെ വന്ന രൂപം പറഞ്ഞ ആ മറുപടി കേട്ടതും അദ്ദേഹത്തിന് കുറച്ചു മാത്രം ഉണ്ടായിരുന്ന ആ ഉറക്കം ഇപ്പൊ പൂർണ്ണമായും നഷ്ടമായി. ശരിക്കും അങ്ങനെയാണോ? ശരി, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് മുണ്ടെടുത്ത് മുറുക്കി കെട്ടിയിട്ട് പഴയ തന്റെ സ്പ്ലെൻഡർ ബൈക്കും എടുത്തുകൊണ്ട് ആ രൂപത്തെയും ബൈക്കിൽ കയറ്റി തന്റെ ഗ്രാമത്തിൽ നിന്നും വടക്കോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഉറങ്ങിക്കിടന്നയാൾ തന്റെ ഉറക്കം പോലും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ പോകേണ്ട തരത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്?